ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോ ഓൺ വീൽസ്. അപ്പൊ ഞാൻ ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ഗോവയിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ക്രിസ്പി ചിക്കൻ. ഇവിടെ ഗോവയിൽ മാത്രം ഒരിക്കലും നിങ്ങൾക്ക് വേറെ കേരളത്തിലാണെങ്കിലും എല്ലായിടത്തും കിട്ടും. ക്രിസ്പി ചിക്കൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഇപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ഒക്കെ പോലെ തന്നെ ഒരു വെറൈറ്റി ആണ് ക്രിസ്പി ചിക്കൻ. അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ചിക്കനിൽ ഞാൻ ഓർഡർ ചെയ്യുന്ന ഒന്നിൽ തന്തൂരി ചിക്കനും പിന്നെ ഒന്ന് ഈ ക്രിസ്പി ചിക്കൻ ആണ് എന്റെ ഫേവറേറ്റ്. അപ്പൊ ക്രിസ്പി ചിക്കൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഫ്രിഡ്ജില് ഓൾറെഡി സംഭവം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ ചിക്കൻ. പിന്നെ അരിഞ്ഞൊക്കെ ഞാൻ ഉച്ചക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഓൾറെഡി ചിക്കൻ ബ്രസ്റ്റ് പീസ് വാങ്ങിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ നമ്മളുടെ പെപ്പറും 1 ടേബിൾ സ്പൂൺ നമ്മളുടെ സോൾട്ടും, ആവശ്യത്തിന് സോൾട്ടും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, കോൺഫ്ലവറും, പിന്നെ മുട്ടയുടെ വെള്ളയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. ഒരു 5 മണിക്കൂറായിട്ടുണ്ടാവും അങ്ങനെ വെച്ചിട്ട്. ഇതൊക്കെയാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ. സവാള ക്യൂബായിട്ട് അരിഞ്ഞിട്ട്, പിന്നെ സ്പ്രിംഗ് ഓനിയനും, പിന്നെ നമ്മുടെ ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ക്യാപ്സിക്കം വേണമെന്ന് അത് ഞങ്ങളുടെ അടുത്ത് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു തട്ടിക്കൂട്ടലിലാണ് ഉണ്ടാക്കണം കേട്ടോ. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ക്യൂബായിട്ട് തന്നെ അരിയണം കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോസാണ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്. സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. തന്നെ ഞാൻ ഇത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഫ്രൈ പാൻ എടുക്കട്ടെ. നമ്മുടെ ഫ്രൈ പാൻ കിട്ടി, ഒന്ന് കഴുകിയെടുക്കാം. ഇതേ ഞാൻ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിക്കാൻ പോവാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ക്രിസ്പി ചിക്കൻ ഇതിക്കുമ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഈ പറയുന്ന റെസിപ്പി കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റും ആണ്. സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മള് ബ്രസ്റ്റ് പീസ് അല്ലെങ്കിൽ നമ്മുടെ ബോൺലെസ് പീസ് വാങ്ങിയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹോൾ ചിക്കൻ ആയിട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ മാറ്റി വെച്ചാൽ മതി. ബോൺലെസ് പീസ് എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. നമുക്ക് ചില്ലി ചിക്കനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പൊ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ അതേ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചിടാം. അതുപോലെ നമ്മൾ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് ഗോവയിലേക്ക് വരുമ്പോ എനിക്കും ആദ്യം ഭയങ്കര ഡൗട്ടൊക്കെ ആയിരുന്നു. ഇവിടുത്തെ ഭക്ഷണ രീതി എങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമോ, നമ്മള് പ്യുവർ ഗോവൻ സ്റ്റൈലിലോട്ട് പോകുമോ ഭക്ഷണമൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്ന് വെച്ചാൽ ഗോവയിലും കേരളത്തിലും ഏകദേശം സെയിം ഫുഡും എല്ലാം ഏകദേശം സിമിലർ ആണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നത് എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ, ക്ലൈമറ്റ് ഇവിടുത്തെ സിമിലർ ആണ്. എല്ലാം കൊണ്ടും കേരളം പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഗോവ. പിന്നെ ഫുഡിലൊക്കെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ കറി ഇവിടെ ഇവര് യൂസ് ചെയ്യുന്ന ചോറ് പച്ചരി റൈസ് ആണ്. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ വീട്ടിലും പച്ചരി റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് മടുപ്പായിരുന്നു. പിന്നെ പിന്നെ വെക്കാനും എളുപ്പം അതാണ്. കുഴപ്പമില്ല, ടേസ്റ്റും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാ കറികളുടെ ഒക്കെ കൂടെ പോകും, അത് ഒത്തുപൊക്കോളും. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് പച്ചരി റൈസ് തന്നെയാണ് ഇഷ്ടം. പിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ഫിഷ് കറി അതൊരു വെറൈറ്റിയാണ്. നമ്മളുടെ വീട്ടിലുണ്ടാക്കാൻ, നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലത്തെ കറികളൊന്നും ഫിഷ് കറി അല്ല. എന്തോ വേറൊരു സാധനം ചേർക്കും. നമ്മള് പുളിയിടില്ലേ, ആ പുളിക്ക് പകരം കുടംപുളി ഇടുന്നതിന് പകരം ഒരു വേറെ എന്തൊരു കായ പോലത്തെ ഒരു സാധനം ഇടും. ഒരു കുഞ്ഞു കുഞ്ഞു കായകള്. അതാണ് അതിന്റെ ആ ഫിഷ് താലിക്ക്, ഫിഷ് കറിക്ക് ഒരു വേറൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ഫിഷ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അതെനിക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം കുറച്ച് മെനക്കെടാണ്. നമ്മുടെ എല്ലാം മല്ലിയൊക്കെ ഇല്ലേ, മല്ലി, പിന്നെ മറ്റേ ഉണക്കമുളക്, വച്ചൽമുളകൊക്കെ കൂടി മിക്സ് ചെയ്ത് അരച്ചിട്ടാണ് ഇവര് മിക്സ് തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പോയി നമുക്ക് കുറച്ച് പണിയല്ലേ. നമ്മൾ സാധാരണ ഞാൻ നാട്ടിലുണ്ടാക്കണ പോലെയൊക്കെ തന്നെയാണ്. എനിക്ക് തേങ്ങ അരക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഇവിടെ തേങ്ങ അരച്ച് ചെയ്യണോണ്ട് അങ്ങനെ നീ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മളുടെ നാട്ടിലെ പോലെ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഇവിടെ അരിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ കടയിലൊക്കെ മില്ലൊക്കെ ഉണ്ടാക്കുന്ന കിട്ടും. പിന്നെ നാട്ടിൽ വേണ്ട കുറച്ച് പച്ചക്കറി, കൂർക്ക, കുമ്പളങ്ങ, അതൊക്കെ സാധനങ്ങളൊന്നും ഇവിടെ അല്ലാതുള്ള കടയിൽ കിട്ടാറില്ല. പച്ചക്കറി കടയിലൊന്നും. അതൊക്കെ ഇവിടെ ഒരു കേരള സ്റ്റോർ ഉണ്ട്, ആ കൈരളി എന്ന് പറയണം, അവിടെ പോയിട്ടാണ് വാങ്ങിക്കാറ്. പിന്നെ അപ്പൊ നിങ്ങളിലൊക്കെ എങ്ങനെയാണ് ഗോവയിൽ ഇനി വരാൻ പോകുന്നത്? എങ്ങനെ പ്ലാൻ ഒക്കെ ചെയ്തോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഏപ്രിൽ മെയ്യിലൊക്കെ ആയിരിക്കും കൂടുതലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ആളുകൾ വരുന്നത്. കാരണം എനിക്ക് ക്വയറീസ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്, ആ ഒരു ടൈമിലാണ്. കാരണം പിള്ളേർക്കൊക്കെ വെക്കേഷൻ ഒക്കെ ആയിട്ട് എല്ലാവരും വെക്കേഷന്റെ ആ ഒരു മൂഡിലായിരിക്കും. പക്ഷെ ഏപ്രിൽ മെയ് വന്നാൽ
നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അടിച്ചൊക്കെ പൊളിക്കാം. പക്ഷെ ഡിസംബർ ആണ് എപ്പോഴും ബെറ്റർ. ഞാനത് എല്ലാവരോടും പറയും. എനിക്ക് ഡിസംബർ ആണ് ഗോവ ഇഷ്ടം. നവംബർ, ഡിസംബർ, ജാൻ. അപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടിത്തെറിക്കണോണ്ട് എനിക്ക് അടുത്തേക്ക് എല്ലാം തന്നെ പേടിയാവണം. കാരണം എണ്ണ ഭയങ്കരമായിട്ട് തെറിക്കുന്നു മേത്തേട്ടൊക്കെ. നല്ല സൗണ്ട് ഉണ്ടല്ലേ. കേട്ടോ, ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ നെക്സ്റ്റ് പണിയിലേക്ക് കടക്കണം. ഞങ്ങൾക്ക് ഈ താഴെ അടുക്കളയിൽ നെറ്റ്വർക്ക് ഒന്നും കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കണം, അത് യൂട്യൂബ് നോക്കിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മേലേന്ന് തന്നെ റെസിപ്പി ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ ഒരു 2-3 തവണ നോക്കിയിട്ടാണ് ഞങ്ങളുടെ അടിയിലോട്ട് കൊണ്ടുവന്നത്. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിൽ ചില വീഡിയോസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പണിയാണ്. കാരണം ഇവിടെ ഒട്ടും നെറ്റ്വർക്ക് ഇല്ല. ഞങ്ങൾക്ക് വൈഫൈ ഉണ്ടെങ്കിൽ പോലും താഴത്തേക്ക് ഒട്ടും നെറ്റ്വർക്ക് കിട്ടാറില്ല. അടുക്കളയിൽ ഒട്ടും കിട്ടില്ല. ഡൈനിങ് ടേബിളൊക്കെ വരെ പിന്നെയും കിട്ടും, പക്ഷെ ഇങ്ങോട്ട് ഒട്ടും കിട്ടാറില്ല. ചിക്കൻ ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഇതിന് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അതെ, ചിക്കൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഈ ചിക്കനും കൂടി ഇതിനകത്ത് ഇട്ടിട്ടാണ് ഫൈനലായിട്ട് വരുന്നത്. അപ്പൊ അത് കാണാം. ആദ്യം ഇടുന്നത് ഗാർലിക് ആണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഗാർലിക് നമ്മൾ ഇടാണ്. ഗാർലിക് ഇട്ടു ഇതിനകത്തോട്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഒനിയൻ ഇതിനകത്തോട്ട് ഇടാം. എന്റെ ഈ ബാക്ക് സൈഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൽ തോന്നണ്ട, ഇത് പണ്ടേ ഉള്ള നമ്മുടെ ഇതാണ് കേട്ടോ. സാധനങ്ങളൊക്കെ ഇട്ട് നോക്കുന്ന സംഭവങ്ങള് കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കണോണ്ട് കുറച്ച് അലമ്പ് തോക്കുണ്ടല്ലേ. ഓക്കെ, നമ്മളുടെ ഗാർലിക് അപ്പ ശരിയായിട്ടുണ്ട്, ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ എന്തുവാ സവാള ഇടാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്യാപ്സിക്കം കൂടി വേണമായിരുന്നു. ക്യാപ്സിക്കം ഞങ്ങൾ ഇന്നലെ സ്പ്രിംഗ് ഒനിയനൊക്കെ വാങ്ങിക്കാൻ നേരത്തേക്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വേണം എന്നുള്ളതിന്. പക്ഷെ ഞങ്ങൾ ക്യാപ്സിക്കിന്റെ കാര്യം മറന്നുപോയി. അതാ പ്രശ്നമായത്. ഒന്ന് നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇനി ഇടാനുള്ളത് നമ്മളുടെ സോസ് ആണ് കേട്ടോ. ഇപ്പൊ സോയാ സോസും വേണം, നമ്മുടെ ചില്ലി സോസും വേണം, പിന്നെ ടൊമാറ്റോ സോസ്. നമുക്കതൊക്കെ എടുക്കാം. കണ്ടോ, നമ്മുടെ സോയാ സോസ്, ടൊമാറ്റോ സോസ് തിരാറായി. പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി, ഷേസ്വാൻ ചട്നിയാണ് വേണ്ടത് കേട്ടോ. സോയാ സോസ് ഒരു സ്പൂൺ നമുക്ക് ചേർക്കാം. ടൊമാറ്റോ സോസും ഇതേപോലെ തന്നെ 1 സ്പൂൺ ചേർക്കണം. ടൊമാറ്റോ സോസ് ഞങ്ങളുടെ തീരാറായിട്ടോ, അതുകൊണ്ട് അതിലില്ല, വാങ്ങിക്കാനും മറന്നു. നിങ്ങൾ സോസ് ഇപ്പൊ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഷുഗർ കണ്ടന്റ് ഒക്കെ കൂടുതലല്ലേ വെച്ചുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യില്ല. ഗൈസ്, ഞാൻ വെച്ചിന്റെ അടുപ്പിൽ തിരിക്കോളം ഉണ്ടെന്ന്, പക്ഷെ തീർന്നു. ചില്ലി സോസ് ഇടാം, കുറച്ചിട്ടാ മതിയേ. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പണിയായിട്ടോ. ഞാൻ നോക്കട്ടെ വേറെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ അതിനകത്ത് ഇടാം. ഷേസ്വാൻ ചട്ടി പൊട്ടിച്ചിടാം. അത് ഇതേപോലെ തന്നെ സ്പൂണിലാക്കിയിടാം. ഇനിയാണ് നമുക്ക് നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ള ഐറ്റം നമ്മുടെ കോൺഫ്ലവർ. കോൺഫ്ലവർ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതാക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർക്കണം. വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇതിനകത്താണ് ഞങ്ങളുടെ പൊടികളൊക്കെ ഇരിക്കണത്. അപ്പൊ നമ്മളുടെ ക്രിസ്പി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട്, ഇതാണ് നമ്മുടെ ക്രിസ്പി ചിക്കൻ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ഇതാണ് കേട്ടോ. ക്രിസ്പി ചിക്കൻ ആണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കഴിക്കണേയും കൂടി ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ. ജിത്തുനോടൊക്കെ കാണിക്കട്ടെ. ജിത്തുന് അറിയില്ലായിരുന്നു മറ്റു ടൊമാറ്റോ സോസ് ഒന്നും ഇല്ലാത്ത കാര്യം. ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ട് എന്നാ പറഞ്ഞത്. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റി. ഇത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട് തന്നെ നമുക്ക് അധികം പാത്രങ്ങളൊന്നും കഴുകാൻ വേണ്ട. 2 പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കഴുകാൻ.
അപ്പൊ കണ്ടോ, പെട്ടെന്ന് സംഭവം കഴിഞ്ഞിട്ടോ. നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ ഇത്തിരി കൂടുതലായിട്ട്. അതൊരു 10-15 മിനിറ്റിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം 5 മിനിറ്റിനുള്ളിൽ കഴിയും. നമ്മുടെ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് സംഭവം റെഡിയാക്കി എടുക്കാം. ഒരു ചൈനീസ് ഡിഷ് ആകും. നമ്മൾക്ക് ഗസ്റ്റിനെയൊക്കെ ഒന്ന് അമ്പരിപ്പിക്കാനായിട്ടുള്ള ഒരു ചൈനീസ് ഡിഷ് ആകും. കേരളത്തിൽ ഉണ്ടാവും, നിങ്ങൾ ഉണ്ടാവും അല്ലെ? ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഗോവയിൽ വന്നതിന് ശേഷം കഴിച്ചത്. പിന്നെ ബാംഗ്ലൂരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഇത് ട്രൈ ചെയ്യട്ടെ. അപ്പോ ആദ്യത്തെ ഒരു പീസ് ഞാൻ തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. എടുക്കാണ്. എനിക്കറിയത്തില്ല, എനിക്ക് ടൊമാറ്റോ സോസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായി. ക്യാപ്സിക്കം പിന്നെയും കുഴപ്പമില്ല, ടൊമാറ്റോ സോസും മൈ ഫേവറേറ്റ്, അതെന്തായാലും വേണമെന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നെങ്കിൽ ചൈനീസിനൊക്കെ ഒരു മധുരിപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു മധുരിപ്പ് ഇതിന് കുറവാണ്. അത് ഒഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതും ആയാനെ, തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയാനെ. ഇപ്പൊ ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇല്ല, പക്ഷെ കഴിക്കാൻ ഇത് സൂപ്പറാണ്. എന്തായാലും സൂപ്പർ.